Hi Cadets and welcome back to my channel. Cadets 1 week മുന്നെയാണ് ആർമി ഓർഡിനൻസ് കോർപ്സിൻ്റെ ഒരു ഷോർട്ട് നോട്ടീസ് വന്നത്. അന്ന് മുതൽ തന്നെ നമ്മുടെ കേരളത്തിലെ ഒത്തിരി യൂട്യൂബ് ചാനൽ ഇത് റിലേറ്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നും ഒരു വീഡിയോയും ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെ ബാക്കിലൊരു റീസൺ ഉണ്ടായിരുന്നു. കുട്ടികൾ ഈ ഒരു ഇൻഫർമേഷൻ റിയൽ ആണോ അതോ ഫേക്ക് ആണെന്നോ നല്ല രീതിയിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാമായിരുന്നത്. അതിനുശേഷം ഒത്തിരി കുട്ടികൾ നമ്മുടെ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സാർ ഇതിൻ്റെ ക്ലാസ്സുകൾ എപ്പോൾ തുടങ്ങും എന്നും പറഞ്ഞിട്ട്. ഫൈനലി ഞാൻ തന്നെ ഒരു തീരുമാനമെടുത്ത് ഓക്കെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു റാലി, അതായത് ആർമി ഓർഡിനൻസ് കോർപ്സിൻ്റെ ഈ ഒരു റാലിയുടെ അപ്ഡേറ്റ് ആയിട്ട് വന്ന ആ ഒരു ഷോർട്ട് നോട്ടീസ് 100% റിയൽ ആണോ അത് ഫേക്ക് ആണോ എന്നതിൻ്റെ ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം. സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. പേഴ്സണലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ 100% റിയൽ അല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 2024 റാലിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു രീതിയിലും മാച്ച് ആവുന്നില്ല. ചില അപ്ഡേറ്റിൽ മാത്രമാണ് പ്രോപ്പറായിട്ട് മാച്ച് ആവുന്നത്. എന്നാൽ 80% അത് സെലക്ഷൻ പ്രോസസ്സിലാണെങ്കിലും റിട്ടേൺ എക്സാമിൻ്റെ പ്രോസസ്സിലാണെങ്കിലും ഫിസിക്കൽ ടെസ്റ്റിലാണെങ്കിലും നല്ല രീതിയിൽ മാച്ച് ആവുന്നില്ല. ഒത്തിരി കാരണങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളും ഈ ഒരു ഇൻഫർമേഷൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണണം. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. അതും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ഓഫ് കിട്ടുന്നതിന് വരെ ഫോളോ ചെയ്യുക. സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. നോക്കൂ കുട്ടികളെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. കുട്ടികളെ, ഈ ഒരു വീഡിയോയുടെ ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ 100% ഒഫീഷ്യൽ ആണോ എന്ന്, ഇത് റിയൽ ആണോ അതോ ഫേക്ക് ആണോ എന്ന്. അതേപോലെ ഈ ഒരു ആർമി ഓർഡിനൻസ് കോർപ്സിന് നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, എക്സാം പാറ്റേൺ എന്താണ്, ഹൈറ്റ് എത്ര വേണം, ഫോം ഫില്ലിംഗ് എപ്പോൾ തുടങ്ങും, സെലക്ഷൻ പ്രോസസ്സ് എന്താണ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഇത് പെർമനൻ്റ് ആണോ അതോ അഗ്നിവീർ ആണോ, എല്ലാ കാര്യങ്ങളും അറിയാൻ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വേണം ഫുൾ കാണേണ്ടത്. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കേരളത്തിലെ എല്ലാ യൂട്യൂബ് ചാനലും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവരാരും പറയാത്ത ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് ആയിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് ഈ ഒരു ആർമി ഓർഡിനൻസ് കോർപ്സിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. കുട്ടികളെ, ഇന്ത്യൻ ആർമിയിലെ എല്ലാ യൂണിറ്റ്സിനും വേണ്ടിയിട്ട് വെപ്പൺ, പിന്നെ അമ്നിഷൻസ്, ആർമിക്കാരിടുന്ന ആ യൂണിഫോംസ്, അതായത് ക്ലോത്തിങ്സ്, അതേപോലെ തന്നെ വെഹിക്കിൾസിന് ആവശ്യമായുള്ള സ്പെയർ പാർട്സ് എന്നിവയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റോർ ആൻഡ് സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ആർമി ഓർഡിനൻസ് കോർപ്സ് എന്ന് പറയുന്നത്. ഇവിടേക്കായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാൻ പോകുന്നത്. അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയാൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കും നിങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് AOC എന്നും. ക്ലിയർ? ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ആ ഒരു ഷോർട്ട് നോട്ടീസിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. ഇതാണ് കഴിഞ്ഞ വീക്കിൽ വന്ന ആ ഒരു ഷോർട്ട് നോട്ടീസിൻ്റെ അപ്ഡേറ്റ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് മാച്ച് ആകാത്തതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. നോക്കൂ കുട്ടികളെ, ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സെലക്ഷൻ പ്രോസസ്സിനകത്ത് വ്യത്യാസമുണ്ട്, അതേപോലെ തന്നെ എക്സാം പാറ്റേണിനകത്ത് വ്യത്യാസമുണ്ട്, പിന്നെ ഈ വേക്കൻസിക്കകത്ത് വ്യത്യാസമുണ്ട്, ഏതൊക്കെ ട്രേഡിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അതിനകത്ത് വ്യത്യാസമുണ്ട്. ഒത്തിരി കാര്യങ്ങളിലാണ് പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇത്രയും അപ്ഡേറ്റുകൾ ഒരുമിച്ച് വരാറില്ല. മനസ്സിലായി? ഇത്രയും അപ്ഡേറ്റുകൾ ഒരുമിച്ച് വരാറില്ല. 1-2 സെലക്ഷൻ പ്രോസസ്സിലെങ്ങനെ മാറ്റം വരും. ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ എയർഫോഴ്സ് നോൺ കമ്പാറ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നു. അതിനകത്തൊരു ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു. അതായത് എക്സാം പാറ്റേൺ അത് ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ്റെ കൗണ്ട് അവർ കൂട്ടി, ആ ഒരു മാറ്റം അവിടെ ഉണ്ടായിരുന്നു. അതേ രീതിയിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാം, പക്ഷേ ഇത്രയും മാറ്റങ്ങൾ വരാമോ? പക്ഷേ ഈ ഒരു ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആഗസ്റ്റ് 3rd വീക്കിൽ ഇതിൻ്റെ അപ്ഡേറ്റ് എല്ലാം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ഒഫീഷ്യലി വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ആഗസ്റ്റ് ലാസ്റ്റ് വീക്കോടെ വരുമെന്നാണ്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്നതും ആഗസ്റ്റ് ലാസ്റ്റ് വീക്കോടാണ്. ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് ക്ലിയർ ആയിരുന്നോ അതോ അല്ലയോ എന്ന്. ക്ലിയർ ആയല്ലോ? എൻ്റെ എക്സ്പീരിയൻസിൽ ഇത് റിയൽ ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് അല്ല, ഫേക്ക് ആകാനാണ് സാധ്യത. ഇനി നമുക്ക് ഓരോ അപ്ഡേറ്റ്സ് നോക്കാം. ഇതിനകത്ത് വന്നിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അത് ഇതോടെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. 2024 നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റാണ് നിങ്ങളിവിടെ കാണുന്നത്. കേട്ടോ കുട്ടികളെ, 2024 അപ്ഡേറ്റ്സ്. 2024 ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ടായത് 2/12/2024 ആയിരുന്നു. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 22/12/2024. അതിനുശേഷം എക്സാം സ്റ്റാർട്ടായത് എങ്ങനെയാണോ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് തന്നെ പ്രോപ്പർ എക്സാം സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. 2024 കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2024 ആദ്യം നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് അയക്കണമായിരുന്നു.
അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുമായിരുന്നു. നിങ്ങളുടെ എക്സാമിൽ, അതായത് ട്രേഡ് അനുസരിച്ച് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചും ആ ഒരു എക്സാമിന് നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഉള്ളത് അതിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചിട്ടായിരുന്നു 2024 അഡ്മിറ്റ് കാർഡ് വന്നുകൊണ്ടിരുന്നത്. മനസ്സിലായ കുട്ടികളെ? അത്രയും വലിയ മാറ്റങ്ങൾ വരെയാണ് ഈ തവണ നോട്ടിഫിക്കേഷനകത്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. 2024 പെർസെൻറ്റേജ് അനുസരിച്ചിട്ടായിരുന്നു അഡ്മിറ്റ് കാർഡ് എല്ലാ കുട്ടികൾക്കും വന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് മാറ്റങ്ങൾ വന്നിരിക്കുന്നതായിട്ട്. എനിക്ക് തോന്നുന്നു ഓരോ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. കുട്ടികളെ മുൻ വർഷങ്ങളിൽ തന്നെ ആർമി ഓർഡിനൻസ് കോർപ്സിന് ഇത്രയും വേക്കൻസി വരാറില്ല. അറൗണ്ട്ലി 500 അല്ലെങ്കിൽ 700-800 അതിനടുത്താണ് വേക്കൻസി വരാറുള്ളത്. 2024 കാര്യം പറയുകയാണെങ്കിലും 723 വേക്കൻസിയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അതും എത്ര ട്രേഡിലേക്കാണ് വന്നിരിക്കുന്നത്? ഇത്രയും ട്രേഡിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. 2024 ഈ പറയുന്നത് കേട്ടോ. 2024 ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്നത്. കുട്ടികളെ എന്നാലും ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഈ നോട്ടിഫിക്കേഷൻ റിയൽ ആകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഒന്നും ചെയ്യരുത്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത്. മനസ്സിലായി? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. കാരണം മുൻ വർഷങ്ങളിൽ അപ്ഡേറ്റ് എടുത്ത് ഞാൻ നോക്കിയപ്പോൾ അതുമായിട്ടൊന്നും മാച്ച് ആവുന്നില്ല. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ഒരു അപ്ഡേറ്റ് ഫേക്ക് ആകാനാണ് സാധ്യതയെന്ന്. മുൻ വർഷങ്ങളിൽ വീഡിയോ നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നു 2024. ഫിസിക്കലി നല്ല ടഫാണ് ഇതിൻ്റെ. ആദ്യം പെർസെൻറ്റേജ് ബേസിലാണ് ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. നമ്മുടെ അക്കാഡമിയിൽ നിന്നും കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോയത് ജബൽപൂരായിരുന്നു. മനസ്സിലായ? അതും 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് ഷോർട്ട് ലിസ്റ്റിൽ പ്ലേസ് കിട്ടിയത്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം 2024 അപ്ഡേറ്റ് എന്തായിരുന്നു എന്ന്. ഈ ഒരു അപ്ഡേറ്റ് റിയലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒത്തിരി കുട്ടികൾക്ക് ബെനിഫിറ്റ് ആവുന്നതായിരിക്കും. 100% എല്ലാവർക്കും ബെനിഫിറ്റ് ആവുന്നതായിരിക്കും. ഞാനും ആഗ്രഹിക്കുകയാണ് ഇതേ കണക്ക് തന്നെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വരണേന്ന്. കാരണം ഒത്തിരി കുട്ടികൾക്ക് ചാൻസ് കിട്ടും. പെർസെൻറ്റേജ് ബേസിലായിരിക്കത്തില്ല, എല്ലാവർക്കും ഫോം ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒത്തിരി കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. മനസ്സിലായി? എല്ലാവർക്കും തയ്യാറെടുക്കാൻ പറ്റും. ഞാനും ആഗ്രഹിക്കുന്നത് ഈ ഷോർട്ട് നോട്ടീസ് കണക്ക് തന്നെ നോട്ടിഫിക്കേഷൻ വരണേ എന്നാണ്. ക്ലിയർ? ഐ ഹോപ്പ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന്. 2024 ഇത്രയും ട്രേഡിനായിരുന്നു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് വന്ന്, അതേപോലെ തന്നെ ഇത്രയും വേക്കൻസി ഉണ്ടായിരുന്നു. 2026 ഷോർട്ട് നോട്ടീസ് അനുസരിച്ച് ഇവിടെ ആകെ 5 ട്രേഡിൻ്റെ അപ്ഡേറ്റാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ബാക്കി ട്രേഡിൻ്റെ അപ്ഡേറ്റ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. വേക്കൻസി 2000 സംതിങ് ഉണ്ട്, പക്ഷേ ട്രേഡ് ആകെ 5 കൊടുത്തിട്ടുള്ളൂ. ഇതും എടുത്തു പറയാൻ പറ്റുന്നൊരു പോയിന്റ് തന്നെയാണ്. ബാക്കി ട്രേഡിൻ്റെ എല്ലാ അപ്ഡേറ്റ് അവിടെ പോയി. മനസ്സിലായ കുട്ടികളെ? ഇനി നമുക്ക് ഓരോരോ കാര്യങ്ങൾ നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം. നോക്കും. 2024 AOC റാലിയുടെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഇതായിരുന്നു സെലക്ഷൻ പ്രോസസ്സ്. എന്തായിരുന്നു കുട്ടികളെ? ഇതായിരുന്നു സെലക്ഷൻ പ്രോസസ്സ്. ഈ സെലക്ഷൻ പ്രോസസ്സ് നിങ്ങളൊന്ന് നോക്കൂ. ഈ സെലക്ഷൻ പ്രോസസ്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ PET ആൻഡ് PST ആയിരുന്നു. അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റുമായിരുന്നു. പിന്നെ അതിനുശേഷമാണ് റിട്ടേൺ എക്സാം. ഈ റിട്ടേൺ എക്സാം ഓഫ്ലൈൻ ആയിരുന്നു. കുട്ടികളെ. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം മെഡിക്കൽ. ഇതായിരുന്നു 2024 സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി 2026 ഷോർട്ട് നോട്ടീസിൽ വന്ന സെലക്ഷൻ പ്രോസസ്സ് നോക്കൂ. നിങ്ങൾക്കിവിടെ കാണാം ആദ്യം റിട്ടേൺ എക്സാമാണ്. ഇവിടെ ആദ്യം റിട്ടേൺ എക്സാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ 45% മാർക്കുള്ള എല്ലാവർക്കും ചാൻസ് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ലായിരുന്നു. ഇവിടെ ടോപ്പ് മാർക്കുള്ള കുട്ടികൾക്ക്, അതായത് ഹൈ പെർസെൻറ്റേജ് മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമായിരുന്നു അഡ്മിറ്റ് കാർഡ് വന്നത്. അപ്പോൾ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് നോട്ടീസ് അനുസരിച്ച് ഒത്തിരി കുട്ടികൾക്ക് ചാൻസ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് അപ്ഡേറ്റ് വെച്ച് പുതിയ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എത്ര മാർക്കാണ് നിങ്ങൾക്കുള്ളത് അതനുസരിച്ചിട്ടായിരിക്കും അഡ്മിറ്റ് കാർഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു വലിയ അപ്ഡേറ്റ് ഈ തവണ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫേക്ക് ആകാനുള്ള സാധ്യതയുണ്ടെന്ന്. ഈ ഒരു അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ആർമിക്ക് ഒത്തിരി കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സോ നെക്സ്റ്റ് ആണ് കുട്ടികളെ നോക്ക് പോസ്റ്റ് ബേസ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. 2027 ഷോർട്ട് നോട്ടീസിൽ പറയുന്നത് 2615 വേക്കൻസിയാണ്. ആകെ ഈ ട്രേഡിൽ മാത്രമാണ് വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാര്യം ആൾറെഡി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. നോക്കൂ കുട്ടികളെ, ഈ ഒരു പോസ്റ്റിനെ ആൾറെഡി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതാണ് 2024 ഇത്രയും ട്രേഡിന് വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഷോർട്ട് നോട്ടീസ് അനുസരിച്ച് ഇത്രയും ട്രേഡിന് മാത്രമാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അപ്പോൾ 2 പോയിന്റുകളായിട്ടുണ്ട്. ഇതാണ് ഓരോരോ കാര്യങ്ങളും പറയാം. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇത് പ്രോപ്പറായിട്ട് തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 2026 വന്ന ഷോർട്ട് നോട്ടീസിൽ വളരെ ക്ലിയറായിട്ട് കറക്റ്റായിട്ട് തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ട്രേഡ്സ്മാൻ മേറ്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഫയർമാൻ എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ +2 പാസ്സായിരിക്കണം.
അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ടൈപ്പിംഗ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. MDS എന്നൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. മെറ്റീരിയൽ അസിസ്റ്റൻറ്റ് എന്നൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ വേണം. ഇത് പ്രോപ്പർ തന്നെയാണ്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ് അനുസരിച്ചിട്ടുള്ള ഷോർട്ട് നോട്ടീസ് അപ്ഡേറ്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. 2024 പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇത് തന്നെയാണ് ഇവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ SC STക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. OBCക്ക് 3 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. നേരത്തെ നിങ്ങൾ കണ്ടത് 2026 ഷോർട്ട് നോട്ടീസ് അപ്ഡേറ്റ് ആണ്. ഇത് നിങ്ങൾ കാണുന്നത് 2024 ഷോർട്ട് നോട്ടീസ് അപ്ഡേറ്റ്സ് ആണ്. നിങ്ങൾക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് എല്ലാം കാണാവുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാ ട്രേഡിൻ്റെ അപ്ഡേറ്റും ഉണ്ട്. ഇത് തന്നെയാണ് 2026 ഷോർട്ട് നോട്ടീസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. എല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ കുട്ടികളെ. ചില ട്രേഡിനൊക്കെ ഏജ് ലിമിറ്റ് 18 മുതൽ 25 വരെയാണ്. ചില ട്രേഡിനൊക്കെ ഏജ് ലിമിറ്റ് 18 മുതൽ 27 വയസ്സ് വരെയാണ്. അതേപോലെ ചില ട്രേഡിനൊക്കെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ചോദിച്ചിട്ടുണ്ട്. ചില ട്രേഡിനൊക്കെ ടൈപ്പിങ്ങും വേണം. നിങ്ങൾ ഏത് ട്രേഡിനാണോ അപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും. 10ാം ക്ലാസ് പാസ്സായ മുതൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസിയാണ് ആർമി ഓർഡിനൻസിൽ വരാൻ പോകുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന അതിനകത്ത് ആകെ 5 ട്രേഡിൻ്റെ അപ്ഡേറ്റ് മാത്രമാണ്. അതിൽ കൂടുതൽ വേക്കൻസി എന്തായാലും വരുന്നതായിരിക്കും ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് വരുമ്പോൾ. ഈ വന്ന ഷോർട്ട് നോട്ടീസ് അനുസരിച്ച് എന്തായാലും ആഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ നമുക്കറിയാൻ പറ്റും ഈ ഷോർട്ട് നോട്ടീസ് കറക്റ്റ് ആണോ അതോ ഫേക്കാണോ, പൂർണ്ണമായും ഫേക്കാണോ, എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഞാനും ആഗ്രഹിക്കുകയാണ് ഈ ഷോർട്ട് നോട്ടീസ് കറക്റ്റ് ആയിരിക്കണേ എന്ന് കേട്ടോ കുട്ടികളെ. എന്നാൽ ഒത്തിരി കുട്ടികൾക്ക് ചാൻസ് കിട്ടുന്നതാണ്. ഈ ഒരു ഫിസിക്കൽ ഈവൻറ്റ് ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന ഏത് ഫിസിക്കൽ ഈവൻ്റ് ആണെന്ന് അറിയാവോ? അഗ്നിവീറിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് അതേ കണക്ക് കൺട്രോൾ C കൺട്രോൾ V അടിച്ചിരിക്കുക കേട്ടോ കുട്ടികളെ. അഗ്നിവീറിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൽ ഈവൻറ്റ് ഏതൊക്കെയാണ്? 1.6 കിലോമീറ്റർ റണ്ണിങ് വരാറുണ്ട്. അതിനുശേഷം പുള്ളപ്പ്, ഇവിടെ 800 മീറ്റർ അല്ല കേട്ടോ, ഇത് ബീം എന്നാണ് കേട്ടോ, ബീം എന്നാണ്. പുള്ളപ്പ് മിനിമം 6 എടുത്തിരിക്കണം. പിന്നെ 9 ഫീറ്റ് ഡിച്ചാണ്. പിന്നെ സിക്സാക് ബാലൻസിങ് ബീമാണ്. ഇതാണ് 2026 ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 2024 നോക്കിയാലോ? നോക്കൂ കുട്ടികളെ, 2024 ഫിസിക്കൽ ടെസ്റ്റാണ് നിങ്ങളിവിടെ കാണുന്നത്. നോക്കൂ, ഇത്രയും ഡിഫിക്കൽട്ട് ഫിസിക്കൽ ടെസ്റ്റാണ് 2024 അപ്ഡേറ്റ് ചെയ്ത് ആർമി ഓർഡിനൻസ്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. നോക്കൂ, ട്രേഡ്സ്മാൻ മേറ്റ് എന്നൊരു ട്രേഡിലേക്ക് നിങ്ങൾക്ക് ഫിസിക്കൽ ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റണ്ണിങ് വരുന്നത് 1.5 കിലോമീറ്റർ റണ്ണിങ് ആണ്. 6 മിനിറ്റ്സിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. അതിനുശേഷം 50 കിലോ വെയിറ്റ് ക്യാരി ചെയ്തുകൊണ്ട് നിങ്ങൾ 200 മീറ്റർ റൺ ചെയ്തിരിക്കണം. 100 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. ഫീമെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിലോ 1.5 കിലോമീറ്റർ റണ്ണിങ് നിങ്ങൾ 8 മിനിറ്റ് 20 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. നിങ്ങൾ 50 kg വെയിറ്റ് എടുത്തുകൊണ്ട്, പെൺകുട്ടിയാണെങ്കിൽ 50 kg വെയിറ്റ് എടുത്തുകൊണ്ട് 200 മീറ്റർ ഡിസ്റ്റൻസ് നിങ്ങൾ റൺ ചെയ്തിരിക്കണം. ടൈമിംഗ് 225 സെക്കൻഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിനുള്ളിൽ നിങ്ങൾ ഓടിയെത്തിയിരിക്കണം. ഇതാണ് ട്രേഡ്സ്മാൻ മേറ്റ് എന്ന് പറയുന്ന ഒരു ട്രേഡിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ്. ബാക്കി ട്രേഡിന് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഓരോന്നിൻ്റെയും നിങ്ങൾക്ക് ഫിസിക്കൽ അപ്ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ. ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ് 1.6 കിലോമീറ്റർ റണ്ണിങ്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് വെയിറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റോപ്പ് ക്ലൈമ്പിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെയും. നോക്കൂ, ഇത് ഏതൊക്കെ ഫിസിക്കൽ ടെസ്റ്റിനാണെന്ന് കറക്റ്റ് സ്റ്റേജും കാര്യങ്ങളും ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ ഈവൻ്റ് എന്ന് പറയുന്നത് 2026 ഫിസിക്കൽ ഈവൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്. വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടുത്തെ ഫിസിക്കൽ ഈവൻറ്റ് അപ്ഡേറ്റ് കാണാവുന്നതാണ്. 2024 ഫിസിക്കൽ ടെസ്റ്റിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ചില ട്രേഡിനൊക്കെ ഇവിടെ ഫിസിക്കൽ ഈവൻറ്റ് വന്നിരിക്കുന്നത് നോക്കൂ നിങ്ങൾ. 1.6 കിലോമീറ്റർ റണ്ണിങ് ഉണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ട്. പിന്നെ ഡിച്ചുണ്ട്. അതിനുശേഷം പിന്നെ ഡമ്മി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യണം. അതും 63.5 kg ഡമ്മി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ടെസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ 2024 വന്നിട്ടുണ്ട്. പക്ഷേ 2024 ഷോർട്ട് നോട്ടീസിൽ ഇതൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയാൻ പറ്റുന്നൊരു പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഫിസിക്കലിനകത്തും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഫിസിക്കൽ ടെസ്റ്റ് നല്ല ഡിഫിക്കൽട്ടായിരുന്നു. ഇന്ത്യൻ ആർമിയുടെ ഫിസിക്കൽ ടെസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. എഗെയിൻ ഒന്നുകൂടി പറയുകയാണ്, ഷോർട്ട് നോട്ടീസിലെ കണക്ക് റിയലായിട്ട് നോട്ടിഫിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ബല്ലെ ആയിരിക്കും. ഇനി നമുക്ക് എക്സാം പാറ്റേൺ നോക്കാം കുട്ടികളെ. നോക്കൂ, 2026 ഷോർട്ട് നോട്ടീസ് അനുസരിച്ചുള്ള എക്സാം പാറ്റേൺ ഇതാണ്. ഇവിടെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് 25 ക്വസ്റ്റ്യൻ, ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ക്വസ്റ്റ്യൻ, ടോട്ടൽ 100 ക്വസ്റ്റ്യൻ, മാക്സിമം മാർക്സ് 100 ആണ്. 2 മണിക്കൂറിൻ്റെ എക്സാമാണ്. ഇനി നമുക്ക് നോക്കാം 2024 അപ്ഡേറ്റ് എന്തായിരുന്നു. നോക്കൂ കുട്ടികളെ, 2024 AOC റാലിയുടെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 50 ക്വസ്റ്റ്യൻ, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ, ജനറൽ ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻ, ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ, ടോട്ടൽ 150 ക്വസ്റ്റ്യൻ, 150 മാർക്സ്. ടോട്ടൽ ടൈം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത് 2 hours ആണ്. 20 മിനിറ്റ്സ് എക്സ്ട്രാ ഫോർ ഈച്ച് അവർ ഫോർ വിഷ്വലി ഹാൻഡിക്യാപ്ഡ് കാൻഡിഡേറ്റ്സിന് 20 മിനിറ്റ്സ് എക്സ്ട്രാ ലഭിക്കുമായിരുന്നു. ഇതായിരുന്നു ലെവൽ 1 and 2ൻ്റെ പേപ്പർ എന്ന് പറയുന്നത്, മെട്രിക് ലെവലിലുള്ള. ഇതനുസരിച്ച് നിങ്ങൾക്ക് ബാക്കി അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ട്രേഡ് അനുസരിച്ച് നിങ്ങളുടെ എക്സാം ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങൾ 10th ലെവലിലോ ട്രേഡിനാണ് അപ്ലൈ ചെയ്ത് +2 ലെവലുള്ള
ആണോ, ക്ലർക്കിനാണോ, പിന്നെ ഗ്രാജുവേഷൻ ലെവലിലുള്ള മെറ്റീരിയൽ അസിസ്റ്റൻ്റ് എന്ന ട്രേഡിനാണോ അപ്ലൈ ചെയ്ത് അതനുസരിച്ച് നിങ്ങളുടെ എക്സാം പാറ്റേണിനകത്ത് വ്യത്യാസം വരുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. അപ്പോൾ 2024ലെയും 2026ലെ ഷോർട്ട് നോട്ടീസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സാം പാറ്റേണിനകത്തും വ്യത്യാസമുണ്ട്. ഇവിടെ ഓൺലി സെയിം ആയിട്ട് തോന്നിയിരിക്കുന്നത് ഏജ് ലിമിറ്റിനകത്തും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനകത്തും പിന്നെ ഏജ് റിലാക്സേഷനകത്തും മാത്രമാണ്. ബാക്കി എല്ലാത്തിലും മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് ഈ ഒരു അപ്ഡേറ്റ് ഫേക്ക് ആണെന്ന്. ബാക്കി അപ്ഡേറ്റ് എന്തായാലും ഈ മാസം അവസാനത്തോടെ നമുക്കറിയാൻ പറ്റും. കാരണം ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് 24 ആഗസ്റ്റിന് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുമെന്നാണ്. ആ ഒരു ദിവസം നമുക്ക് ഒന്നുകൂടി വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. എന്നാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ വരണം, അതുതന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പിന്നെയും ഞാൻ എടുത്ത് പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം, 2024 അപ്ഡേറ്റ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് OMR ബേസ്ഡ് ആയിരിക്കും നിങ്ങളുടെ എക്സാം എന്ന്. മനസ്സിലായി? 2024 അപ്ഡേറ്റാണ് നിങ്ങളിവിടെ കാണുന്നത്. 2024 എക്സാം ഓഫ്ലൈൻ ആയിരുന്നു, OMR മാർക്ക് ഷീറ്റ് ആയിരുന്നു അവിടെ നിങ്ങൾക്ക് ലഭിച്ചത്. അതായത് ഓഫ്ലൈൻ ആയിരുന്നു എക്സാം എന്ന് പറയുന്നത്. പക്ഷേ 2026 ഓൺലൈൻ എക്സാമാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാവുന്നതാണ് കേട്ടോ കുട്ടികളെ. അപ്പോൾ എല്ലാ അപ്ഡേറ്റും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് 0.25 അന്നേരം ഉണ്ടായിരുന്നു. ഈ തവണത്തെ ഷോർട്ട് നോട്ടീസിലും ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഫൈനലി ഒന്നുകൂടി ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം കുട്ടികളെ. ഈ ഒരു അപ്ഡേറ്റ് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നു എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു ഷോർട്ട് നോട്ടീസ് വൈറലായിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ എല്ലാ പ്ലാറ്റ്ഫോമും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത് തന്നെ ഈ ഒരു റീസൺ കൊണ്ടാണ്. ഇത് റിയലായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം 2024ലും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വീഡിയോ കയറി കാണാവുന്നതാണ്. ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ആ ഒരു സമയം നമ്മൾ ചെയ്തത്. അപ്പോൾ 2026ലെ ഷോർട്ട് നോട്ടീസ് എടുത്ത് ഞാൻ നോക്കിയപ്പോൾ അതിൽ തന്നെ എനിക്ക് എന്തോ ഒരു മിസ്മാച്ച് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിലേ ഇട്ടതും. പിന്നെ ഒത്തിരി കുട്ടികൾ ഇവിടെ കോൺടാക്റ്റും ചെയ്ത് സർ ക്ലാസ് എന്ന് മുതൽ തുടങ്ങുമെന്നും പറഞ്ഞിട്ട്. കുട്ടികളെ ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആഗസ്റ്റ് 24 വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. നമ്മൾ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ് നമ്മൾ അതിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നാൽ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഇടാറുണ്ട്. കുറച്ച് ലേറ്റ് ആയാലും 1 or 2 days ലേറ്റ് ആയാലും നമ്മുടെ കേരളത്തിലെ മറ്റൊരു ചാനലിൽ നിന്ന് ലഭിക്കാത്ത അപ്ഡേറ്റ്സുമായിട്ടായിരിക്കും നമ്മൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കെല്ലാവർക്കും, ഞാനും നിങ്ങളും, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വെയിറ്റ് ചെയ്യാം എന്തായാലും ആഗസ്റ്റ് 24 വരെ, അതായത് ആഗസ്റ്റ് ലാസ്റ്റ് വീക്ക് വരെ. ആ ഒരു ടൈമിൽ എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാ കുട്ടികളും ഈ ഡേറ്റും കാര്യങ്ങളും എല്ലാം അറിഞ്ഞിരിക്കണം. എയർഫോഴ്സ് XY MA മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മുടെ അക്കാഡമിയിൽ നടക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബാക്കി അപ്ഡേറ്റഡ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു നമ്പറിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡിഫൻസ് ജില്ലയുടെ കാര്യങ്ങൾ അറിയാൻ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ഉടനെ തന്നെ 10K മെമ്പർ എത്തിക്കണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ കുട്ടികളെ. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഡിഫൻസ് റിലേറ്റഡ് കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.